11-ാം തീയതി കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ വിശുദ്ധ യൗസേപ്പിനെ പൗരാണിക ഗ്രന്ഥകന്മാരും കലാകാരന്മാരും പരിശുദ്ധ കന്യയേക്കാൾ വലിയ വൃദ്ധനായി ചിത്രീകരിച്ചിരുന്നു. ഒരു യുവതിയോടുകൂടി വസിച്ചുകൊണ്ട് കന്യാവ്രതം പാലിക്കാൻ വൃദ്ധന്മാർക്ക് സാധിക്കൂ എന്നുള്ള ഒരു ധാരണയായിരുന്നു. എന്നാൽ വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യയും പ്രായത്തിൽ ഏകദേശം സമാനരായിരുന്നു. വിശുദ്ധ യൗസേപ്പ് പ്രായാധിക്യത്താൽ ചൈതന്യമറ്റവനായിട്ടല്ല ജീവിച്ചത്, മറിച്ച് യൗവനയുക്തനായ അദ്ദേഹം ദൈവ പ്രചോദനത്താൽ പരിപൂർണ വിരക്തി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. സംഭവം: തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് അതിഭയങ്കരമായ പൊള്ളലേറ്റ് അവശനിലയിലായി. അയാളുടെ കുടുംബത്തിലെ ഏക വരുമാന മാർഗം കമ്പനിയിലെ അയാളുടെ തൊഴിലായിരുന്നു. അപകടം കാരണമായ ആ മനുഷ്യൻ്റെ കുടുംബം അനാഥസ്ഥിതിയിലായി. നടത്തിയ ചികിത്സകളൊന്നും ഫലപ്രദമായില്ല. ഡോക്ടർമാരെല്ലാം അയാളെ കൈ വെടിഞ്ഞു. ജീവിച്ചിരിക്കുക ഇല്ലെന്ന് വിധിയെഴുതി. യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കല്ലാതെ ഇനി വേറെ മാർഗമൊന്നും ഇല്ലെന്നുറപ്പിച്ച് കുടുംബാംഗങ്ങൾ മാർ യൗസേപ്പിനോട് നിരന്തരം പ്രാർത്ഥിച്ചു തുടങ്ങി. ഭക്ഷണം കഴിക്കുവാനോ സംസാരിക്കുവാനോ ശക്തിയില്ലാതെ ആ മനുഷ്യൻ്റെ ജീവിതകാലം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിരിക്കുകയുള്ളൂ എന്നാണ് കണ്ടവരെല്ലാം അഭിപ്രായപ്പെട്ടത്. ഉണ്ണീശോയെ പരീക്ഷിച്ച യൗസേപ്പ് താങ്കളുടെ പിതാവിനെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആ വീട്ടിലെ അരുമക്കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി അയാളിൽ ആശ്വാസ ദർശിക്കുവാൻ കഴിഞ്ഞു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അയാൾ പൂർണ്ണ ആരോഗ്യവാനായി. പിതാവിൻ്റെ മാധ്യസ്ഥം മൂലം ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. അയൽവാസികൾക്കും ബന്ധുക്കൾക്കും വിസ്മയം ജനിപ്പിക്കത്തക്ക വിധം പൊള്ളലേറ്റ ഭാഗങ്ങളിൽ നേരിയ കല മാത്രം അവശേഷിച്ചുകൊണ്ട് രോഗമുക്തനായി ആ മനുഷ്യൻ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം പഴയ ജോലിയിൽ പ്രവേശിച്ചു. ജപം: കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവുമായ മാർ യൗസേപ്പേ, ഞങ്ങൾ ആത്മശരീര നർമ്മത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ. ലോകത്തിൽ നടമാടുന്ന തിന്മകളെയും വിപത്തുകളെയും മനസ്സിലാക്കി ഞങ്ങൾ അവധാനപൂർവം വർത്തിക്കുവാൻ സഹായിക്കുക. വന്യപിതാവേ, അങ്ങും അങ്ങേ മണവാട്ടിയായ പരിശുദ്ധ കന്യകയെയും ശരീരശുദ്ധിയെ വളരെയധികം വിലമതിച്ചുവാനും ഞങ്ങളെയും ആ സുഹൃത്തെ സ്നേഹിക്കുവാനും അഭ്യസിക്കുവാനും പ്രാപ്തരാക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവ്യവചസ്സുകൾ ഞങ്ങൾ പ്രാവർത്തികമാക്കി ദൈവദർശനത്തിന് പ്രാപ്തരാകട്ടെ. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്ന അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവും. പരിശുദ്ധമേ തമ്പുരാനമേ, പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യൗസേപ്പിനോടുള്ള യുക്തിനിയ: കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷനായ ക്രിസ്തുവെ,
പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധമേ, വിശുദ്ധ മറിയമേ, വിശുദ്ധ യൗസേപ്പേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ദേവകുമാരന്റെ വളർത്തുപിതാവേ, മിശായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിന്റെ നാഥനെ, എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ, മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ, മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പേ, മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ, അത്യന്തം അനുസരണമുള്ള വിശുദ്ധ ഔസേപ്പേ, മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ, ക്ഷമയുടെ തർപ്പണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, തൊഴിലാളികളുടെ മാതൃകയെ, കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ, കന്യകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആദരമേ, നിർഭാഗ്യരുടെ ആശ്വാസമേ, രോഗികളുടെ ആശ്രയമേ, ഭരണ അവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിപൂർമ്മേ, തിരുസഭയുടെ പാലക, ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദൈവജംരാട്ടിക്കുട്ടിയായിരിക്കുന്ന വിശുദ്ധംബ്രാനെ, കർത്താവെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദൈവജംരാട്ടിക്കുട്ടിയായിരിക്കുന്ന വിശുദ്ധംബ്രാനെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദൈവജംരാട്ടിക്കുട്ടിയായിരിക്കുന്ന വിശുദ്ധംബ്രാനെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നാഥനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വേഗയും വിശ്വസ്തനുമായ ഔസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. കന്യാവ്രതക്കാരുടെ കാവൽക്കാര, ഞങ്ങളെ വിരക്തരായി കാത്തുകൊള്ളണമേ.